ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഈസി കുക്കിങ്ങിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് സിമ്പിൾ റെസിപ്പിയാണ്. ഈസി കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഈസി കുക്കിംഗ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ പ്രോൺസ് ഫ്രൈ. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം 1 കിലോ പ്രോണാണ് ഞാൻ മേടിച്ചത്. അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ 750 ഗ്രാമോളം ഉണ്ടായിരിക്കും ഇത്. അത് നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു ലെമൺ, ഒരു ഏകദേശം സ്മോൾ ഒനിയൻ ഏകദേശം ഒരു 8-10 എണ്ണം. ഞാൻ അത്ര തീരെ ചെറുതായതുകൊണ്ട് ഞാനത് ഒരുപാട് വലുതല്ല, അതുകൊണ്ട് ഞാൻ 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. കുറേ വലുതാണെങ്കിൽ ഒരു 6 എണ്ണം 7 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. അത് കഴിഞ്ഞ് അതിലേക്ക് അതേമാതിരി തന്നെ വെളുത്തുള്ളിയും തീരെ ചെറുതായതുകൊണ്ട് ഒരു 8-10 എണ്ണം അതും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഏകദേശം ഒരു 1 ഇഞ്ച് സൈസിൽ ഇഞ്ചി എടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്ത് അരിക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ ഇടുന്നത്, ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ്. പെരുംജീരകം, ഫെനുഗ്രീക്ക് 1 ടീസ്പൂൺ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. കുരുമുളക് ഏകദേശം എരിവിനനുസരിച്ച് നമ്മൾ കുരുമുളക് ഇടണം. എരിവ് നമ്മുടെ അനുസരിച്ച് മുളക് പൊടിയും അതിലേക്ക് ആഡ് ആവുന്നുണ്ട്, കുറവാണ് ആഡ് ചെയ്യുന്നത് മുളക് പൊടി. കുരുമുളക് അതിനനുസരിച്ച് ഇട്ടു. ഏകദേശം അതിലൊരു 2-2.5 സ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട മസാലകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നോർമൽ മുളക് പൊടിയാണിത്, കശ്മീരി അല്ല ഇട്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിനിട്ടു. ഒരു നാരങ്ങ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു നാരങ്ങയുടെ നീര് നന്നായി പിഴിഞ്ഞ് അതിലേക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം ആഡ് ചെയ്യാണ് ഞാൻ. വെള്ളമൊന്നും ചേർക്കണ്ട, അത് അരയ്ക്കാനായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ നാരങ്ങയുടെ ജ്യൂസും ഒനിയൻ്റെ ജ്യൂസും കൂടി തന്നെ അത് അരഞ്ഞു വരും. അത് അരച്ച് നന്നായി പേസ്റ്റാക്കി എടുത്തിരിക്കുകയാണ് ഞാൻ. ആ കുരുമുളകും പെരുംജീരകമൊക്കെ ഒരുവിധം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ല പേസ്റ്റൊന്നും ആയിട്ടില്ല, പക്ഷേങ്കിലും ഒരുവിധം പേസ്റ്റ് ആവണം. എന്നിട്ട് നന്നായി അത് ആ പ്രോണിൽ മിക്സ് ചെയ്ത് നന്നായി പുരട്ടി വെച്ച് ഒരു 10-20 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചു ഞാനത്. അതിലേക്ക് ഞാൻ ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണേ, വേണമെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനതൊരു കോട്ടിങ്ങിന് വേണ്ടി ആഡ് ചെയ്തു. ഒരു 1.5 സ്പൂണോളം കഷ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് പിന്നെ തോന്നി അതിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്, അത് കാരണം കൊണ്ട് അത്ര നിർബന്ധമില്ല. പിന്നെ ആ മസാല കോട്ടായിരിക്കണമെന്ന് അത്ര നിർബന്ധമുള്ളവർക്ക് ആണെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിലും അതിൽ അത്യാവശ്യമൊക്കെ പിടിച്ച് തന്നെ ഇരിക്കും. അത് ഞാൻ അങ്ങനെ വിട്ടു പോകണ്ടെന്ന് വിചാരിച്ച് ആഡ് ചെയ്തതാണ്. ഒരു 10-20 മിനിറ്റിന് ശേഷം ഞാൻ തവ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അത് ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒരുപാട് അധികം വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്തെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഒരുമിച്ചിട്ട് അടച്ച് വെച്ച് അതിൽ നിന്ന് വെള്ളം വിട്ട് വരും. ആ വെള്ളം വിട്ട് വന്നതിന് ശേഷം നമ്മൾ നന്നായി ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കരിവേപ്പില ഇതിലിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ നേരത്തെ വിട്ടുപോയായിരുന്നു. മസാല അത് പുരട്ടി വെച്ചപ്പോൾ തന്നെ കുറച്ച് അത് വീഡിയോയിൽ കാണിച്ചില്ല ഞാൻ, സോറി. എന്നിട്ട് അതിലേക്ക് ഈ പ്രോൺസ് ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് ഇട്ടാൽ മതി. അത് ഓരോന്നോരോന്നല്ല, ഒരുമിച്ച് അങ്ങ് ഇട്ടാൽ മതി. വേറെ വേറെ വരണമെന്നത് അങ്ങനെ വെന്ത് വരുമ്പോൾ വേറെ വേറെ ആയിക്കോളും. അങ്ങനെ ഒരുമിച്ച് എന്താ പറയുക, സെപ്പറേറ്റ് ഇടണമെന്ന് നിർബന്ധമില്ല.
അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്, അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വിടുമല്ലോ അതിന്. ആ വെള്ളം വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ആ കോൺഫ്ലവർ ഇട്ടത് കൊണ്ട് തന്നെ കുറച്ച് ആ വെള്ളം നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം പോലെ കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ള വെള്ളം വരും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഡ്രൈ ആയി വരുമ്പോൾ ഏതാണ്ട് ഇതേമാതിരി വരും. ഇതേമാതിരി വരും. ഡ്രൈ ആക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സിൻ്റെ ഉള്ളിലാവും അത് ഡ്രൈ ആയി വരാൻ. നന്നായി ഡ്രൈ ആക്കി വന്നു. എന്നിട്ട് നമ്മുടെ റെസിപ്പി റെഡിയായി.